വെൽക്കം ടു PSC വേദ. ഇന്ന് നമുക്ക് മലയാളത്തിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? വെഡ്ഡിത്തം എന്നുള്ളത് എങ്ങനെ എഴുതുക എന്നുള്ളതാണ്. അത് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, വില്ല് എന്നർത്ഥം വരാത്ത പദം ഏത്? ഉത്തരം സി, അമ്പ്. ചാപം, കാർമുകം, കോദണ്ഡം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വില്ലാണ്. നമ്മൾ അമ്പും വില്ലും എന്ന് പറയില്ലേ? അപ്പോൾ വില്ല് വേറെ അമ്പ് വേറെയാണല്ലോ. അപ്പോൾ ഇതിൽ വില്ല് എന്നർത്ഥം വരാത്ത പദം ഏതാണ്? അമ്പാണ്. ഉദാരൻ എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥമായി വരുന്ന പദം ഏത്? ഉദാരൻ എന്ന പദത്തിൻ്റെ വിപരീതം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ബി, കൃപണൻ. ഉദാരൻ്റെ ഓപ്പോസിറ്റാണ് കൃപണൻ. പെരുമ്പറ എന്ന പദം പിരിച്ചെഴുതുക. ഉത്തരം എ, പെരും പ്ലസ് പറ. പെരും പ്ലസ് പറയാണ് പെരുമ്പറ. പെരുമ്പറ, പെരും പ്ലസ് പറ. കർത്താവ് എന്ന പദത്തിൻ്റെ എതിർലിംഗമായി വരുന്ന പദം. ഉത്തരം സി, കർത്തൃ. കർത്താവ് എന്ന പദത്തിൻ്റെ എതിർലിംഗം എന്താണ്? കർത്തൃ എന്നാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ബഹുവചനത്തിന് ഉദാഹരണം. ഉത്തരം സി, മിടുക്കർ. മിടുക്കർ എന്നുള്ളതാണ് ഇതിലെന്ത്? ബഹുവചനമായിട്ടുള്ളത്. 5-6 എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. ഉത്തരം എ, 5 6. 5-6 എന്ന പദം ഘടകപദങ്ങളാക്കിയാൽ എന്താവും? 5 6. അടുത്ത ചോദ്യം, വയറ്റത്തടിക്കുക എന്ന ശൈലിയുടെ അർത്ഥത്തെ സൂചിപ്പിക്കാത്ത പ്രയോഗം ഏത്? വയറ്റത്തടിക്കുക എന്നതിൻ്റെ അർത്ഥം അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഡി, സന്തോഷിപ്പിക്കുക. വയറ്റത്തടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വരാം അർത്ഥങ്ങളും? ഗതി മുട്ടിക്കുക, അല്ലെങ്കിൽ കഷ്ടപ്പെടുത്തുക, ദുഃഖിപ്പിക്കുക. ഇതൊക്കെ എന്താണ്? വയറ്റത്തടിക്കുക എന്നുള്ള എന്ന ശൈലിയുടെ ഒരു അർത്ഥങ്ങളാണ്. പക്ഷെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഈ വയറ്റത്തടിക്കുക എന്നുള്ള ശൈലിയുടെ അർത്ഥം അല്ല. അടുത്ത ചോദ്യം, പുത്രൻ്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം ഏത്? ഉത്തരം ബി, സ്നുഷ. പുത്രൻ്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? സ്നുഷ. അതേപോലെ പുത്രിയുടെ ഭർത്താവിനെ അപ്പം എന്തു പറയും? ജാമാതാവ് എന്ന് പറയില്ലേ? നമ്മൾ മകളുടെ ഭർത്താവ് ജാമാതാവ്. അതേപോലെ മകൻ്റെ ഭാര്യ സ്നുഷ. അടുത്ത ചോദ്യം, ടു റൂട്ട് ഔട്ട് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? ടു റൂട്ട് ഔട്ട്. ഉത്തരം സി, ഉന്മൂലനം ചെയ്യുക. ടു റൂട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരം സി, ഉന്മൂലനം ചെയ്യുക.